ഉക്രൈൻ യുദ്ധം അവസാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് റഷ്യയിലെയും യുഎസിലെയും ഉന്നത നയതന്ത്രജ്ഞർ സൗദി അറേബ്യയിൽ യോഗം ചേർന്നു. കീവിനെ മാറ്റി നിർത്തിയുള്ള ചർച്ചകളിലെ ഫലം അംഗീകരിക്കില്ലെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി മുന്നറിയിപ്പ് നൽകിയിട്ടും ഉക്രൈൻ പ്രതിനിധികളെ ഒഴിവാക്കിയായിരുന്നു കൂടിക്കാഴ്ച. യൂറോപ്യൻ സഖ്യകക്ഷികളും തങ്ങളെ മാറ്റി നിർത്തിയതിൽ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് എന്നിവർ പങ്കെടുക്കുന്ന യോഗം യുഎസ് റഷ്യ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ വഴിത്തിരിവാകുമെന്നും വിലയിരുത്തലുകളുണ്ട്. യോഗത്തിന് പിന്നാലെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും കൂടിക്കാഴ്ച നടത്തിയേക്കും. യുഎസ് റഷ്യൻ ബന്ധങ്ങളുടെ മുഴുവൻ ശ്രേണിയും പുനഃസ്ഥാപിക്കുക, ഉക്രൈനിലെ ഒത്തുതീർപ്പുകളെക്കുറിച്ച് സാധ്യമായ എല്ലാ മാർഗങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുക, യുഎസ് റഷ്യ പ്രസിഡന്റുമാരുടെ കൂടിക്കാഴ്ച സാധ്യമാക്കുക എന്നിവയിലായിരിക്കും ചർച്ചകൾ കേന്ദ്രീകരിക്കുന്നതെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെഷ്കോവ് വ്യക്തമാക്കിയിരുന്നു. സമാധാന ചർച്ചകൾക്ക് പുടിൻ പലതവണ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് പെഷ്കോവ് ചൂണ്ടിക്കാട്ടി. യൂറോപ്പിലെ സുരക്ഷാ പ്രശ്നങ്ങൾക്ക് സമഗ്രമായ പരിഗണന നൽകാതെ ഉക്രൈനിലെ സംഘർഷത്തിന് ദീർഘകാല ഒത്തുതീർപ്പ് അസാധ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സമാധാനം ആഗ്രഹിക്കുന്നതിൽ റഷ്യക്കാർ എത്രത്തോളം ഗൗരവമുള്ളവരാണെന്നും വിശദമായ ചർച്ചകൾ ആരംഭിക്കാൻ കഴിയുമോ എന്ന് നിർണ്ണയിക്കുകയുമാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യമെന്ന് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടാമി ബ്രൂസ് പറഞ്ഞു. വാഷിംഗ്ടണും മോസ്കോയും തങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഒരു കരാറുമായി മുന്നോട്ട് പോയേക്കുമെന്ന ആശങ്കകൾക്കിടയിലും യുഎസിന്റെ നയമാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകളിലാണ് ഉക്രൈനും യൂറോപ്യൻ സഖ്യകക്ഷികളും. സൗദിയിൽ നടക്കുന്ന ചർച്ചകളിൽ ഉക്രൈനെ പങ്കെടുപ്പിക്കാത്തത് യൂറോപ്യൻ നേതാക്കളിൽ അസ്വസ്ഥത സൃഷ്ടിച്ചിട്ടുണ്ട്. വിഷയത്തിൽ ചർച്ച നടത്താൻ ഫ്രാൻസ്, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെയും യുകെയുടെയും അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരുന്നു. സൗദി ചർച്ചയിൽ പങ്കെടുത്തില്ലെങ്കിലും യഥാർത്ഥ സമാധാന ചർച്ചകളിൽ ഉക്രൈൻ ഉൾപ്പെടുമെന്നാണ് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന വിശദീകരണം. ജോ ബൈഡന്റെ ഭരണകാലത്ത് ഉക്രൈനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകൾക്കായിരുന്നു മുൻഗണന. യുദ്ധത്തിന്റെ പേരിൽ റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾക്കും ബൈഡൻ ഭരണകൂടം നേതൃത്വം നൽകിയിരുന്നു. അതേസമയം ചർച്ചയിൽ നിന്ന് യൂറോപ്പിനെ ഒഴിവാക്കിയെന്ന ആരോപണം വൈറ്റ് ഹൌസ് എതിർത്തു. ഭരണകൂട ഉദ്യോഗസ്ഥൻ നിരവധി യൂറോപ്യൻ നേതാക്കളുമായി സംസാരിച്ചിട്ടുണ്ടെന്നും വൈറ്റ് ഹൌസ് വക്താവ് വ്യക്തമാക്കി. പാരീസിൽ വിളിച്ചു ചേർത്ത യോഗത്തിനു ശേഷം ട്രംപുമായും സെലൻസ്കിയുമായും ഫോണിൽ സംസാരിച്ചതായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പറഞ്ഞു. ഉക്രൈനിൽ ശാശ്വതവും ശക്തവുമായ ഒരു സമാധാനമാണ് ആവശ്യപ്പെടുന്നത്. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് റഷ്യ ആക്രമണം അവസാനിപ്പിക്കണം. അതോടൊപ്പം ഉക്രൈന് വിശ്വസനീയമായ സുരക്ഷാ ഉറപ്പുകൾ നൽകുമെന്നും മക്രോൺ വ്യക്തമാക്കി. ഇതിനുവേണ്ടി യൂറോപ്പും അമേരിക്കയും ഉക്രൈനും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സൗദി തലസ്ഥാനമായ റിയാദിലെ ദിരിയ കൊട്ടാരത്തിൽ നടന്ന കൂടിക്കാഴ്ച പ്രധാന നയതന്ത്ര മധ്യസ്ഥരാകാനുള്ള കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ശ്രമങ്ങളെയും എടുത്തുകാട്ടുന്നു. മുഹമ്മദ് ബിൻ സൽമാന്റെ നിർദ്ദേശപ്രകാരമാണ് ചർച്ചകൾ നടന്നതെന്നാണ് സൗദി മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. യുഎഇയെ പോലെ ഒപെക് ഓയിൽ കാർട്ടൻ വഴിയും നയതന്ത്രപരമായും ഉക്രൈനെതിരായ യുദ്ധത്തിലുടനീളം മുഹമ്മദ് ബിൻ സൽമാൻ റഷ്യയുമായി അടുത്ത ബന്ധം പുലർത്തിയിട്ടുണ്ട്. റഷ്യയിലെയും ഉക്രൈനിലെയും തടവുകാരുടെ കൈമാറ്റ ചർച്ചകളിലും സൗദിയുടെ ഇടപെടലുണ്ടായി. 2023 അറബ് ലീഗ് ഉച്ചകോടിയിൽ സെലൻസ്കിയെയും ക്ഷണിച്ചിരുന്നു. ഈ ആഴ്ച അവസാനം സൗദിയിലേക്ക് പോകുമെന്നാണ് സെലൻസ്കി കഴിഞ്ഞ ദിവസം പറഞ്ഞത്.